നമസ്കാരം. ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലെ ചില മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്ന് അടക്കം പറച്ചിലായിട്ട് കേട്ട ഒരു പരാമർശമാണ്. ഇപ്പോ സി പി എമ്മും ബി ജെ പിയും ഒന്നല്ലേ? അതായത് ഈ അടുത്ത കാലത്ത് സി പി എമ്മും ബി ജെ പിയും ഒരേ നിലപാടുകാരാണ് എന്ന തരത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരും സുഡാപ്പികളും ഒപ്പം തന്നെ കോൺഗ്രസുകാരും ചേർന്ന് മുസ്ലിം മതവിഭാഗക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പൊതു നരേഷനാണ്. അതായത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള ആരോപണം നിലനിൽക്കെ ആ ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു കഴമ്പുമില്ല എന്ന് തിരിച്ചറിഞ്ഞ സന്ദർഭത്തിൽ ഈ അജിത് കുമാറിന്റെ ഒരു വിഷയം വന്നു. ആ വിഷയത്തെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ സംഘിബന്ധമാണ്, മുഖ്യമന്ത്രിക്കെതിരെയുള്ള ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ്, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉള്ള ആരോപണങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ് സംഘപരിവാറുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കി എന്നുള്ള ഒരു പ്രചരണം കുറേയേറെ മുസ്ലിം സുഹൃത്തുക്കൾ ഇത് വിശ്വസിച്ചിട്ടുണ്ട്. കാര്യം അങ്ങനെ പറഞ്ഞു തുടങ്ങാൻ കാരണം എൻ്റെ അടുത്ത് വ്യക്തിപരമായിട്ട് കഴിഞ്ഞ ദിവസവും ഈ ചോദ്യം വന്നു. ഇപ്പോൾ രണ്ടുപേർക്കും ഒരേപോലെ ആണല്ലോ, അവർ അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ. ഇത് ഒന്ന് രണ്ട് ഇടങ്ങളിൽ ആവർത്തിച്ച് കേട്ടത് കൊണ്ടാണ് അതിനെക്കുറിച്ചൊരു പ്രതികരണം ആവശ്യമാണെന്ന് തോന്നിയത്. ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ ചിന്തിക്കുന്നവരടുത്താണ്, അല്ലാതെ മതം തലയ്ക്ക് പിടിച്ചോമ്പോൾ അടുത്ത് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. ചിന്തിക്കുന്നവരടുത്ത് ഞാനും നിങ്ങളും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്, വളരെ അടുത്ത ബന്ധമുണ്ട്. ആ ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം വീട്ടിലിരിക്കുന്ന മക്കളെ ഏതെങ്കിലും കേസ് എന്ന പേരിൽ മാധ്യമങ്ങളിലൂടെ കൊത്തിപ്പറിക്കാൻ വലിച്ചെറിഞ്ഞു കൊടുക്കൂ. കാര്യം ഞാനും നിങ്ങളും അടുത്ത സുഹൃത്തുക്കളാണ്. നിങ്ങളുടെ മകളെ അല്ലെങ്കിൽ മകനെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വാർത്ത എന്ന പേരിൽ അവരെ സമൂഹത്തിന്റെ മുന്നിലിട്ട് വല്ലാതെ ആക്ഷേപിക്കാൻ എറിഞ്ഞു കൊടുക്കൂ. ഈ അടുത്ത കാലത്ത് ഈ കേന്ദ്ര ഏജൻസി എന്ന പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മക്കളുടെ പേര് സമൂഹത്തിന്റെ മുന്നിലേക്ക് എടുത്തിട്ട് പലതിലും ഒരു തെളിവുമില്ല, പക്ഷെ മകന്റെ പേരിലായിക്കോട്ടെ മകളുടെ പേരിലായിക്കോട്ടെ എന്തെല്ലാം ആരോപണങ്ങൾ അല്ലെങ്കിൽ അധിക്ഷേപങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. അതിന്റെ പേരിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി മകനെതിരെ ഇ ഡി നോട്ടീസ് കൊടുത്തു എന്നൊരു കഥ, മകൾക്കെതിരെ ഇ ഡി SFIO തുടങ്ങി പല അന്വേഷണ ഏജൻസിയും വരികയാണ്. അടുത്ത ബന്ധമാണല്ലോ അല്ലേ? ഒന്നത്. രണ്ടാമത്തെ കാര്യം, രണ്ട് വ്യക്തികൾ തമ്മിൽ അടുത്ത ബന്ധമാണെന്ന് വിചാരിക്കാം. അതായത് ജനങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയാണ്, അവർ തമ്മിൽ അന്തർധാരയിലൂടെ എല്ലാ ബന്ധങ്ങളും കൃത്യമാണ്. അങ്ങനെ അന്തർധാരയിലൂടെ എല്ലാ ബന്ധങ്ങളും കൃത്യമാണെങ്കിൽ ഈ നാടിന് കിട്ടേണ്ട ഫണ്ടുകൾ, അതായത് വയനാട് ദുരന്തമുണ്ടായി, 10 പൈസ തന്നു, നല്ല അടുത്ത ബന്ധമല്ലേ? വളരെ ഊഷ്മളമായിട്ട് അടിയിൽക്കൂടെ ഇവരുമായിട്ട് എന്തുണ്ടാക്കി വെച്ചിരിക്കുകയാണ്? ഊഷ്മളമായ ബന്ധവും ഇവർ തമ്മിൽ വലിയ ആത്മബന്ധവും എന്നാണ് സതീശനും സുഡാപ്പികളും ഉണ്ടാക്കിയിരിക്കുന്ന കഥ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വയനാട് ഫണ്ട് കിട്ടണ്ടേ? പല പദ്ധതികളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഫണ്ടും തരുന്നില്ല. ഈ അടുത്ത കാലത്ത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? ഫണ്ട് എന്നാലേ തരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നിർബന്ധപൂർവ്വം ഒപ്പിടേണ്ടി വന്നു. അല്ലെങ്കിൽ ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം മുടങ്ങും, യൂണിഫോം മുടങ്ങും, എന്തിനേറെ പറയുന്നു വികലാംഗരായിട്ടുള്ള പല അധ്യാപകർക്ക് പോലും അവരുടെ വേതനം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി. സർവശിക്ഷ അഭിയാൻ ഫണ്ട് തരില്ലാത്തൊരവസ്ഥയായി. ഇത് എന്തിന് ഒപ്പിടണം? അങ്ങ് തന്നാ പോരെ. എന്തുകൊണ്ട് തരുന്നില്ല? ഏതൊക്കെ തരത്തിൽ 57,000 കോടി രൂപ ഈ നാടിന് ഇതിനോടകം തന്നെ തരാതെ നിഷേധിച്ചു. ഊഷ്മളമായ ബന്ധത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ രണ്ടുദാഹരണം പറഞ്ഞു. സ്വന്തം മക്കളെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു കഥയുണ്ടാക്കുകയാണ്, ED അന്വേഷണം SFI അന്വേഷണം എന്ന നിലയിലേക്ക് എടുത്തെറിഞ്ഞ് അധിക്ഷേപിക്കുകയാണ്. ആരോടുള്ള ബന്ധത്തിന്റെ പുറത്തായിരിക്കും? മുഖ്യമന്ത്രിയായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്ത് മക്കളെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അധിക്ഷേപിക്കാനായിട്ട് വ്യക്തിബന്ധമുള്ളവർ തമ്മിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ? കുറച്ചെങ്കിലും ഒക്കെ നിങ്ങൾ ഇത് പറയുമ്പോൾ ചിന്താശേഷിയില്ല എന്ന് ഉറപ്പുള്ളിടത്താണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതും കൂടി നിങ്ങൾ കേൾക്കാം. എന്തായാലും ഒരു കാര്യം കൂടി ആലോചിക്കുക. സംഘികൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇപ്പോഴും വിളിക്കുന്ന പേരെന്താണ്? സുഡാപ്പി വിജയൻ എന്നാണ്. നിങ്ങൾ പലയിടങ്ങളിലും നോക്കിയാൽ താടിയും വെച്ച് തൊപ്പിയും വെച്ചിരിക്കുന്ന ഒരു പിണറായി വിജയന്റെ പടം സംഘികൾ പലയിടത്തും പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പ്രചരിപ്പിക്കുന്നത്? പല കാര്യങ്ങളും ഇപ്പൊ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് കേന്ദ്രമന്ത്രിമാരെ കാണാൻ പോയാൽ, കാര്യം ഫെഡറൽ സിസ്റ്റം ആണല്ലോ, കേന്ദ്രമന്ത്രിമാരെ കാണാതെ പോയാൽ ഈ നാട്ടിൽ നിന്ന് പിരിച്ചുകൊണ്ട് വേണം നികുതി പണം പരമാവധി തരാതിരിക്കുമ്പോൾ അവിടെ പോയി ചോദിക്കേണ്ട ഉത്തരവാദിത്വം ഭരണകർത്താക്കൾക്കുണ്ട്. കാര്യം ഇവിടെ എന്തെങ്കിലും മുടങ്ങിക്കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് കിട്ടാതെ വന്നാൽ അതിനെ സംബന്ധിച്ച് ഈ പ്രചരണം നടത്തുന്ന ഒരുത്തന്റെ അടുത്തും പോയി ചോദിക്കില്ലല്ലോ. ഭരിക്കുന്ന ആരാണോ അവർക്കാണല്ലോ കൊടുക്കാൻ ഉത്തരവാദിത്വം. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് പലപ്പോഴും ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് പ്രധാനമന്ത്രിയെ കാണേണ്ടി വരുന്നത്, മറ്റു മന്ത്രിമാരെ കാണേണ്ടി വരുന്നത്. അത് കണ്ടു കഴിയുമ്പോൾ ഉടനടി അത് വെച്ചൊരു കഥയുണ്ടാക്കുകയാണ്. മകളുടെ പേരിലുള്ള ഡീലിങ്സ് അല്ലെങ്കിൽ ലാവ്ലിൻ കേസിന്റെ ഡീലിങ്സ്. നിങ്ങൾ ഇതൊക്കെ കൊടുക്കണ്ടെന്ന് എവിടെയെങ്കിലും പിണറായി വിജയൻ പറഞ്ഞു? കൊടുത്തു കാണിക്ക്. അപ്പൊ കോടതി എടുത്ത് പല കേസുകളും പോലെ ചവറ്റുകുട്ടയിൽ എറിയുന്ന കാണാം. അതും പോട്ടെ, ഈ അടുത്ത ദിവസങ്ങളിൽ ഡൽഹിയിൽ പോയി സംഘപരിവാർ സർക്കാരിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പരസ്യ പ്രതിഷേധം നടത്തിയ മറ്റേത് സംസ്ഥാനമുണ്ടോ?
കേസുകൾ കോടതിയിൽ ഇവർക്കെതിരെ നൽകിയിട്ടുള്ള മറ്റേത് സർക്കാരുണ്ട്? തമിഴ്നാട് പോയിട്ടുണ്ട്, കേരളം പോയിട്ടുണ്ട്. പക്ഷെ കേരളത്തോടൊപ്പം ലീഗ് വന്നില്ല, സുഡാപ്പികൾ വന്നില്ല, കോൺഗ്രസ് വന്നില്ല. പക്ഷെ അവർ ആരെ പ്രതിരോധിക്കുന്നവരാണ്? അവർ RSSനെ പ്രതിരോധിക്കുന്നവരാണ്. നിങ്ങൾക്ക് തലയ്ക്കകത്ത് ആളുതാമസമുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രചരണങ്ങൾ ചില ഫോട്ടോകൾ വെച്ചിട്ട്, ചില സാഹചര്യങ്ങൾ വെച്ചിട്ട്, PV അൻവർ എന്നൊരു മുസ്ലിം MR അജിത് കുമാറിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. അതിനെ സംബന്ധിച്ച് തൊട്ടടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. എന്തായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ഒരു ഇതിൽ മറുപടി പറയുന്നുണ്ട്. അതുകൂടി നിങ്ങളൊന്ന് കേൾക്കണം. മുസ്ലിം സമുദായവുമായിട്ട് ഒരു ജൈവിക ബന്ധമുള്ള ഒരാളാണ് താങ്കൾ. പക്ഷെ ഈ അടിയായിട്ട് ഈ BJPയുമായിട്ട് കൂടുതൽ അടുക്കുന്നു, പോലീസിൽ സംഘീവൽക്കരണം നടക്കുന്നു എന്നുള്ള നെറേറ്റീവ് ഒക്കെ മുസ്ലിം സമുദായത്തിനിടയിൽ കുറച്ചു പേർക്കിടയിലെങ്കിലും അതങ്ങനെ ഒരു വിശ്വാസം വന്നിട്ടുണ്ട്. ഇതൊരു വലിയ പ്രതിസന്ധിയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അതിനെ എങ്ങനെയാണ് മറികടക്കാൻ ഉദ്ദേശിക്കുന്നത്? പാർട്ടിക്ക് വലിയ പ്രതിസന്ധി അതുകൊണ്ട് ഉണ്ടാവില്ല. ഇതൊക്കെ ചില പ്രചരണങ്ങൾ മാത്രമാണ്. വിശ്വസിക്കുന്ന ഒരുപാട് പേരില്ലേ? അല്ല, ഞാൻ പറയാം, യഥാർത്ഥത്തില് സംഭവിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടലാണ് ആദ്യമേ തൊട്ടുണ്ടാകുന്നത്. കേരളത്തില് ആദ്യഘട്ടത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വല്ലാത്ത ഒരു വിപ്രതിപത്തി ഞങ്ങളോട് കാണിക്കുന്ന നിലയുണ്ടായിരുന്നു. ഇപ്പോഴല്ല ഞാൻ പറയുന്നത്, കുറച്ചു കാലം മുമ്പ്. അതിൻ്റെ ആ കാര്യത്തിൽ പിന്നീട് വലിയ മാറ്റം വന്ന് ഞങ്ങളുമായിട്ട് നല്ല ബന്ധത്തിലാകുന്ന സ്ഥിതി പൊതുവിൽ വന്നു. എല്ലാ വിഭാഗങ്ങളുമായും ഞങ്ങളും നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുന്ന നില വന്നു. അതിൻ്റെ അപകടം എന്ന് ഞാൻ പറയുന്നത് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലല്ല. ആദ്യം മനസ്സിലാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ അവസ്ഥ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അന്നൊരു ശ്രമം ആരംഭിക്കുന്നത്. ഇത് ജമാഅത്തെ ഇസ്ലാമിയെ പൊതുവിൽ മുസ്ലിം സമൂഹം വലിയ തോതിൽ സ്വീകരിക്കുന്ന നിലയില്ല. മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം സുന്നി വിഭാഗമാണ്. ആ സുന്നി വിഭാഗത്തിൽ ഇവരെക്കുറിച്ച് ഒരു തരത്തിലുള്ള യോജിപ്പുമില്ലാത്ത നിലയാണ്. കാരണം ഇവർ അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നവരാണ്. ജനാധിപത്യ പ്രക്രിയയിലല്ല അവർ നിൽക്കുന്നത്. ജനാധിപത്യ പ്രക്രിയ അനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നതിനാണ് സുന്നി വിഭാഗം നിൽക്കുന്നത്. ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ UDF കുറച്ച് ദുർബലമാവുകയും UDFന് നല്ല ക്ഷതമേൽക്കുകയും ചെയ്യുമ്പോൾ അതിന് സഹായകരമായി ഞങ്ങൾ കൂടി ചേരാന്നുള്ള നിലപാട് അവരെടുത്തു ജമാഅത്തെ ഇസ്ലാമി. സാധാരണ നിലക്ക് അതിന് വിരുദ്ധമായ നിലപാടാണ് കോൺഗ്രസും ലീഗും സ്വീകരിക്കുക. പക്ഷേ കോൺഗ്രസും ലീഗും അവരെ കൂട്ടാൻ തയ്യാറായി, അവരോടൊപ്പം സഹകരിക്കാൻ തയ്യാറായി. ആദ്യത്തെ സഹകരണം പ്രത്യക്ഷത്തിലായിരുന്നില്ല, പരസ്യമായിട്ടല്ല, രഹസ്യമായി ബന്ധം സ്ഥാപിച്ചു. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, പരസ്യബന്ധത്തിലെത്തി, പരസ്യമായിട്ട് ബന്ധത്തിലേക്ക് വന്നു. ആ പരസ്യബന്ധത്തിലൂടെ കാണിക്കുന്നത് എന്താ? ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനാശേഷിയുണ്ട്, അവർക്ക് നല്ല ബുദ്ധിജീവി വിഭാഗമൊക്കെ ഉണ്ട്. ആ ആളുകളെ ആകെ, അത് സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്, അവരെ ആകെ ഈ മുസ്ലിം വിഭാഗത്തിനകത്തേക്ക് പ്രചരണത്തിന് അയക്കുന്ന നിലയുണ്ടായി. അതിലാണ് ഈ പറയുന്ന പ്രചരണമൊക്കെ വന്നത്. CPIM എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അവർ പിന്നെ RSSനെ സഹായിക്കുന്നവരാണ്, BJPയെ സഹായിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം. ഇപ്പോഴത്തെ കാലം പഴയ കാലമല്ല. പഴയ കാലത്ത് ഇത്തരം ചില പ്രചരണങ്ങളൊക്കെ അപ്പടി ഈ സമൂഹം അങ്ങ് സ്വീകരിച്ചു എന്ന് വരും. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗവും കാര്യങ്ങൾ വേർതിരിച്ചറിയാൻ ശേഷിയുള്ളവരാണ്. ഈ പറയുന്ന പ്രചരണവും കൊണ്ടൊന്നും ഞങ്ങളെ വല്ലാതെ തകർത്ത് കളയാമെന്ന് അവർ വ്യാമോഹിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, ഞങ്ങൾ കുറേ കൂടി കാര്യങ്ങൾ ഈ സമൂഹത്തിനടുത്ത് എത്തിക്കേണ്ടതായിട്ട് വരും. അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആ കടമകൾ നിർവഹിച്ചുകൊണ്ട് തന്നെ പോവുകയാണ്. മുസ്ലിം വിഭാഗത്തെ ന്യൂനപക്ഷം എന്ന നിലക്കെടുത്താൽ ആ ന്യൂനപക്ഷ താല്പര്യത്തോടൊപ്പം എല്ലാ ഘട്ടത്തിലും നിന്നിട്ടുള്ളത് CPIM ആണെന്ന് അവർ കാണുന്നത് തന്നെയുണ്ട്. മാത്രമല്ല, RSSുമായി ഞങ്ങൾ സഹകരിക്കുന്നു എന്ന് പറയുമ്പോൾ RSSന്റെ കൊലക്കത്തിക്കരിയായി ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ കേരളത്തിലാണ് ഉണ്ടായിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അതിപ്പോഴും അതേ രീതിയിൽ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPIM. അതൊന്നും ഞങ്ങൾ യേശില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഈ ഒരേ സമയം RSSന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഏറ്റവും വലിയ ശത്രു പിണറായി വിജയനാണ്. അതെങ്ങനെ സാധിക്കുന്നു? അത് മതനിരപേക്ഷതയുടെ വക്താവായതുകൊണ്ട് മാത്രമാണ്. മതനിരപേക്ഷതയുടെ വക്താവായാൽ നിങ്ങൾ വർഗീയതയുടെ എതിരാളിയായിട്ട് മാറും.
ഈ സർക്കാരിനെ ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരെ പല തരത്തിലുള്ള അന്വേഷണവുമായിട്ട് കേന്ദ്ര ഏജൻസികൾ വന്ന സന്ദർഭങ്ങളിൽ അതിലെ ഏതെങ്കിലും മന്ത്രിയെ കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്കെതിരെ മാധ്യമങ്ങളിൽ ആരോപണം നിറയ്ക്കാൻ വേണ്ടി സംഘപരിവാർ ഉപയോഗിച്ച വഴികൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഖുറാനിലൂടെ സ്വർണം കടത്തി, ആര് കടത്തി? ഈന്തപ്പഴത്തിന്റെ കുരുവിലൂടെ സ്വർണം കടത്തി, ആര് കടത്തി? ജലീൽ നടത്തി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ബിരിയാണി ചെമ്പിലൂടെ പിണറായി വിജയൻ സ്വർണം കടത്തി. നിങ്ങൾ കേട്ടില്ലേ? എന്തിന് സംഘികൾ ഇങ്ങനെ ഒരു കഥകൾ കൂടി ഉണ്ടാക്കുന്നുണ്ട്? അവർക്ക് തമ്മിൽ പരസ്പരം ബന്ധമുള്ളത് കൊണ്ടാണോ? അപ്പോ അവിടെ സുഡാപ്പി വിജയനാണ്. നിങ്ങൾക്ക് ചിന്തിക്കാനാണെങ്കിൽ മാത്രമേ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ. അതായത് ബാക്ക് ടു ബാക്ക് വന്ന ആരോപണങ്ങളിൽ ചിലതെടുത്ത് വെച്ചതിന് ശേഷം ചില മാധ്യമങ്ങളിലെ വാർത്തയും വിദഗ്ധമായിട്ട് ചിന്തിക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യരോട് അവരോട് ചെന്നിട്ട് ഇതിനെ വെച്ച് ചില കഥയുണ്ടാക്കി പറഞ്ഞ് നിങ്ങളെ വിശ്വസിക്കുന്നു എന്നതിനപ്പുറം ഒന്ന് ചിന്തിച്ചാൽ ഇങ്ങനെയൊക്കെ വേട്ടയാടപ്പെടുന്ന ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു വ്യക്തി അവർക്ക് തമ്മിൽ അടുപ്പമുണ്ടെന്ന് ചിന്തിക്കുന്ന ആ വിശാല ഹൃദയമുണ്ടല്ലോ, അതിന്റെ കാപട്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലാതെ അല്പബുദ്ധിയും അതിനകത്തുകൂടി നടത്തുന്ന ഉദ്ദേശം എന്താണെന്ന് ഒരിക്കലും കാണാൻ പറ്റാത്ത മനുഷ്യർക്ക് ഞാൻ പറഞ്ഞതുപോലും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനിയും ആ ചിന്തയിലാണ് തുടരുന്നതെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങൾക്കാകാം. പക്ഷേ ആ വിശ്വാസത്തിലൂടെ നിങ്ങളെ കൊണ്ടുചെന്ന് സംഘികളുടെ കുഴിയിൽ ചാടിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം നിങ്ങളെ കാലം പഠിപ്പിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ.